നമ്മൾ നേരത്തെ മുന്നേയൊക്കെ ചെയ്ത വേരിയേഷൻ എന്ന് പറയുന്നത് ഇരുന്നു കൊണ്ട് ചെയ്ത വേരിയേഷൻസ് ആണ്. ആദ്യത്തെ 3 വേരിയേഷൻസ്. ഇപ്പോ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് നിന്നുകൊണ്ടുള്ള അഗ്നിസാര ക്രിയയാണ്. ഓക്കെ, നിന്നുകൊണ്ട് എങ്ങനെയാണ് ചെയ്യുന്നത്? കാലകത്തി മുട്ട് മടക്കി വെച്ച് കാൽപാദം ഫ്രണ്ടിലേക്ക് ഫേസ് ചെയ്ത് കാലകത്തി വെച്ച് മുട്ട് മടക്കി കാൽമുട്ടിന് മുകളിലാക്കി പ്ലേസ് ചെയ്ത് ഓക്കെ നേരെ നോക്കി. ഇനി ബ്രീത്തിങ് എല്ലാം നമ്മുടെ ആദ്യത്തെ 3 വേരിയേഷൻ ചെയ്തതുപോലെയാണ് ബ്രീത്തിങ്. ആദ്യം ഇൻഹേൽ ചെയ്ത് നന്നായിട്ട് എക്സേൽ ചെയ്യുക. എക്സേൽ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് വയർ ഉള്ളിലേക്ക് പോകും. ഉള്ളിലേക്ക് പോയ വയറിനെ എന്താണ് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ആക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ നിന്നുകൊണ്ടാണ് ചെയ്യുന്നത്. മുമ്പ് ഇത് തന്നെ നമ്മൾ എന്താണ് ഇരുന്നു കൊണ്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഒന്നുകൂടെ പറയാം. കാലകത്തി കാൽമുട്ടിന് മുകളിൽ കൈ പ്ലേസ് ചെയ്ത് ഇങ്ങനെ കൈ വെക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനെ വെക്കാം. ഇങ്ങനെ വെക്കാനായിട്ട് നോക്കുക. ഇങ്ങനെ വെക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനെ വെക്കാൻ കഴിയും. ഓക്കെ, ഇനി നന്നായിട്ട് ഇൻഹേൽ ചെയ്യുക. നല്ല ഡീപ്പായിട്ട് ഇൻഹേൽ ചെയ്യുക. കംപ്ലീറ്റ് ആയിട്ട് എക്സേൽ ചെയ്യുക. എക്സേൽ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് വയർ ഉള്ളിലേക്ക് പോകും. ഇനി ബ്രീത്ത് എടുക്കാനോ വിടാനോ പാടില്ല. ഓക്കെ, വയർ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബ്രീത്ത് എടുക്കാനോ വിടാനോ പാടില്ല. ഇനി ആ ഉള്ളിലേക്ക് പോയ വയർ എന്താണ് പുറത്തേക്കും ഉള്ളിലേക്കും ആക്കുക. ബ്രെത്ത് ഹോൾഡ് ചെയ്തുകൊണ്ട് പുറത്തേക്കും ഉള്ളിലേക്കും ആക്കുക. ഓക്കെ, മാക്സിമം പുറത്തേക്കും ഉള്ളിലേക്കും ആക്കുക. ഇങ്ങനെ ആക്കിക്കൊണ്ടേയിരിക്കുക. ഇനി അടുത്ത് നിങ്ങൾക്ക് എപ്പോഴാണോ ഇൻഹേൽ ചെയ്യണമെന്ന് തോന്നുന്ന ആ സമയത്ത് ക്രിയ സ്റ്റോപ്പ് ചെയ്തിട്ട്, ക്രിയ എന്ന് പറഞ്ഞാൽ അബ്ഡമൻ മസിൽസ് മൂവ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തിട്ട് നന്നായിട്ട് ഇൻഹേൽ ചെയ്യുക. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇൻഹേൽ എക്സേലും ചെയ്യണമെങ്കിൽ ഇൻഹേൽ എക്സേൽ ഒക്കെ ചെയ്തിട്ട് വീണ്ടും അടുത്ത് തന്നെ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഒരു പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് 4 or 5 പ്രാവശ്യം ചെയ്യാം. ഓക്കെ, ഒന്നുകൂടെ കാണിക്കാം. കാല് അകത്തി വെച്ച് കാൽപാദം ഫോർവേഡ് ഫേസിങ്, കാൽമുട്ട് ചെറുതായിട്ട് വളച്ച് മുട്ടിന് മുകളിലേക്ക് കൈവച്ച് നന്നായിട്ട് ഇൻഹേൽ ചെയ്യുക. നന്നായിട്ട് എക്സേൽ ചെയ്യുക. ഇനി അബ്ഡമൻ മസിൽസിനെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ആക്കുക. ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങൾ അബ്ഡമൻ മസിൽസ് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ആക്കുന്ന സമയത്ത് ശ്വാസം ഹോൾഡ് ചെയ്ത് വെക്കണം. കംപ്ലീറ്റ് എക്സേൽ ചെയ്തതിനു ശേഷം ശ്വാസം ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് വേണം അബ്ഡമൻ മസിൽസിനെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ആക്കാം. ഓക്കെ, ഇത് 4ാമത്തെ വേരിയേഷൻ ആണ്. നിന്നുകൊണ്ട് ചെയ്യുന്ന 4ാമത്തെ വേരിയേഷൻ ആണ്. സംശയമുള്ളവർക്ക് ചോദിക്കാം.